പി യുദ്ധമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടി യുദ്ധ സമാന സാഹചര്യം എന്നുള്ളത് നമ്മൾ വെറുതെ പറയുന്നതല്ല. അത് കൃത്യമായി അവരുടെ തന്ത്രപ്രധാനമായ ഏരിയകൾ, ഇരു പക്ഷത്തിൻ്റെയും ഇരു രാജ്യങ്ങളുടെയും തന്ത്രപ്രധാനമായ ഏരിയകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആക്രമണമാണ് ഈ മണിക്കൂറിൽ നടക്കുന്നത്. ശരിക്കൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അല്ലെങ്കിൽ സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിച്ചാലും നമ്മൾ കാണാൻ കഴിയുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ആക്രമണത്തിന് പിന്നാലെ മാധ്യമപ്രവർത്തകർ പുറത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് പി നമ്മളിപ്പോൾ കാണുന്നത്. ആ ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത് ഇറാൻ ടിവിയുടെ ആസ്ഥാനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ വലിയ രീതിയിലുള്ള ആക്രമണം ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടുണ്ട്. അതിൽ നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പുറത്തു വന്നൊരു ദൃശ്യം, അവിടെ വാർത്ത തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിനിടയിൽ വാർത്താ അവതാരക ഈ ആക്രമണം നടന്നതിന് പിന്നാലെ ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ഇറാൻ ടിവിക്ക് മുമ്പിൽ നിന്ന് ഒരു മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് തുടരാം. തീർച്ചയായിട്ടും ഒരുപക്ഷെ നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന ഒരു ദൃശ്യമാണ്. ഒരു ടെലിവിഷൻ ചാനൽ ലോകത്തിലേക്ക് എയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ എന്താ പറയുക, 4 ഭാഗത്തു നിന്നും മിസൈൽ അയച്ച് ആക്രമിക്കുന്ന തരത്തിൽ എത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇസ്രായേൽ ഒന്നും നോക്കുന്നില്ല, കണ്ണും പൂട്ടി അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയാണ്. സാധാരണ ടെലിവിഷൻ ചാനലുകൾ ആക്രമിക്കാറില്ല. നമ്മുടെ ഇറാഖ് ഇറാൻ യുദ്ധമൊക്കെ നടക്കുന്ന കാലത്ത് CNN അവിടുന്ന് ലൈവായിട്ട് യുദ്ധം റിപ്പോർട്ട് ചെയ്തിരുന്നു. CNN അവിടുന്ന് ലൈവ് റിപ്പോർട്ട് ചെയ്യുന്ന ആ ടെലിവിഷൻ ചാനലുകൾ ഒഴിവാക്കിയായിരുന്നു അമേരിക്കയുടെ അറ്റാക്ക് നടന്നത്. അത് 2 സമയത്തും, ഇസ്രായേൽ ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ കാലത്ത് സമയത്തും അമേരിക്ക. നമുക്ക് ആ മാധ്യമപ്രവർത്തകൻ അത് ആ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോയി വരാം. سردبیر گروه دفاعی خبرگزاری صدا و سیما در این چند سال در تمام عملیات‌های وعده صادق جلوه اقتدار ایران و شکست هیمنه رژیم صهیونیستی رو به تصویر کشیدیم. ആ ദൃശ്യത്തിൽ കാണാം ഇറാൻ ടിവിയുടെ ആസ്ഥാനം ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൂർണ്ണമായി കത്തിയമരുന്ന നിലയിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഓരോ പോയിന്റുകളിൽ നേരത്തെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അതിനുശേഷം മാണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, എണ്ണപ്പാടങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടൊക്കെ ഇറാനിൽ ഇസ്രയേലിൻ്റെ ആക്രമണം നടന്നിട്ടുള്ളതാണ്. ടെഹ്റാൻ പോലുള്ള ജനങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള ആ ഏരിയകളിലും ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടാവുന്നുണ്ട്. ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്. വരും മണിക്കൂറുകളിലും അതിശക്തമായി തിരിച്ചടിക്കാനുള്ള ശ്രമം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് പൊതുവെ കണക്ക് കൂട്ടുന്നത്. ശക്തമായി തിരിച്ചടിക്കും എന്ന ഇറാന്റെ പ്രതികരണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇറാനും സർവ്വസജ്ജമായി തന്നെ നിൽക്കുകയാണ്. സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടി ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. 4ാം ദിവസവും പശ്ചിമേഷ്യ അശാന്തമായതിനു ശേഷം 4ാം ദിവസവും കടുത്ത ആക്രമണം തന്നെ ഇസ്രയേലിന്റെയും ഇറാന്റെയും ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഏറ്റവും ഒടുവിലായുള്ള മണിക്കൂറുകളിൽ ഇറാനുമേലാണ് ഇസ്രയേലിന്റെ അതിരൂക്ഷമായ ആക്രമണം ഉണ്ടാകുന്നത്. ടെഹ്റാൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രയേലിന്റെ നീക്കം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഇപ്പോഴവരുടെ വാർത്താ വിതരണ സംവിധാനത്തിലെ പ്രധാന ഒരു പാർട്ടായ ഇറാൻ TV അതിന്റെ ആസ്ഥാനം തകർത്തിരിക്കുന്നു ഇസ്രയേൽ എന്നുള്ളതാണ്. പി ജെയിംസ് തുടരുന്നുണ്ട്. തുടരാം. റീജിത്തെ ഇപ്പോൾ വരുന്നൊരു വാർത്ത, അതിന്റെ ചില ഭാഗങ്ങൾ തകർന്നെങ്കിലും അവരുടെ സംപ്രേഷണം അത് നിന്നുപോയതാണ്. അത് പുനരാരംഭിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ചില ഭാഗങ്ങൾ കത്തിയമർന്നെങ്കിലും അതൊരു ബദൽ സംവിധാനം തയ്യാറാക്കി അത് പുനരാരംഭിച്ചതായിട്ടുള്ള വാർത്ത വരുന്നു. അതേസമയം ഒരുപാട് ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ഒരുപക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ലോകത്തെ അറിയിക്കുക, അവരുടെ നിലപാടുകൾ അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറാൻ പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിക ഭരണകൂടമായതുകൊണ്ട് അവിടെ ഔദ്യോഗിക ടെലിവിഷനാണ് വാർത്തകൾ അറിയാനുള്ള പ്രധാന സംവിധാനം. മറ്റ് ഇർന ന്യൂസ് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ചാനലുകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷനാണ് അവിടുത്തെ ഏതാണ്ട് 8,80,00,000 പേരാണ് അവിടുത്തെ ജനസംഖ്യ. അതിൽ ഭൂരിപക്ഷം പേരും കാണുന്നത് ഈ ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് ഔദ്യോഗിക ടെലിവിഷൻ ചാനലിന് നേരെ നടന്ന ആക്രമണത്തെ അവർ വലിയ രീതിയിലാണ് കാണുന്നത്. അവർ പറയും ചെയ്തു, ഒരുപക്ഷെ നമ്മുടെ റേഡിയോ സ്റ്റേഷന് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട്, നമ്മുടെ റേഡിയോ സ്റ്റേഷനും ടെലിവിഷൻ ചാനലും അപ്രത്യക്ഷമാവുകയാണ് എന്നാണ് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് അത് സംപ്രേഷണം നിലച്ചുപോയത്. അതിപ്പോൾ പുനരാരംഭിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു. എന്തായാലും ടെലിവിഷൻ ചാനലുകൾ കത്തിയെരിയുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ ഇറാൻ ഒട്ടും
പ്രതീക്ഷിക്കാത്തൊരു അടിയാണ്. ഈ മൊസാദ് കയറി സ്പോട്ട് ഔട്ട് ചെയ്തതിൽ അവിടുത്തെ ഇറാൻ ടിവിയും അവിടുത്തെ എണ്ണപ്പാടങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ, സൈനിക തലവന്മാരുടെ അവരുടെ ഫ്ലാറ്റുകൾ, സൈനിക കേന്ദ്രങ്ങൾ, വ്യോമത്താവളങ്ങൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആയുധ ശേഖരം അടക്കമുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള മുഴുവൻ സ്ഥലങ്ങളും ചോർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ എവിടെയൊക്കെ അടി വരുന്നു എന്ന് പ്രതീക്ഷിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. കാരണം ഇറാനിൽ മൊസാദിൻ്റെ, ഇസ്രായേലിൽ നിന്നുള്ള മൊസാദ് ഏജന്റുമാർ മാത്രമല്ല, മൊസാദ് റിക്രൂട്ട് ചെയ്ത ഇറാനിലെ അവരുടെ ഒളിചാരന്മാർ എന്ന് പറയുന്ന ആൾക്കാർ കൂടിയുണ്ട്. ഒരുപക്ഷെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ആയത്തുള്ള ഖുമേനിയുടെ ഭരണകൂടത്തിനെതിരെ പോരാടുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അത് ഈ ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നാലെ IRIB സ്റ്റുഡിയോ അവിടെ നിന്നുള്ള സംപ്രേഷണം പുനരാരംഭിച്ചിട്ടുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിലേക്കൊന്ന്. ഇറാന്റെ ഔദ്യോഗിക ടിവിക്ക് നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണം കഴിഞ്ഞ മണിക്കൂറിൽ ഉണ്ടായത്. നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവരുടെ IRIBയുടെ സ്റ്റുഡിയോ തകർന്നിട്ടുണ്ട്. അതിൽ നിന്ന് അവരുടെ ആസ്ഥാനത്ത് നിന്ന് വലിയ രീതിയിൽ തീ പടരുന്നത്, തീഗോളങ്ങൾ ഉണ്ടാവുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ റേഡിയോ സംവിധാനത്തിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. PP ജെയിംസ് തുടരുന്നുണ്ട്. PP, ഇപ്പോഴെന്തായാലും IRIBയുടെ സ്റ്റുഡിയോയിൽ നിന്ന് സംപ്രേഷണം പുനരാരംഭിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആ കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായി കത്തിയമരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. PP, അത് രണ്ട് നിലയിലാവാം. ഇതുവരെ പുനഃസംപ്രേഷണം എവിടെ ആരംഭിച്ചു എന്നുള്ളത് അവർ പറയുന്നില്ല. ഒരുപക്ഷെ ഇനി പുനഃസംപ്രേഷണം ഒരു ഓൾട്ടർനേറ്റ് സംവിധാനം അവർ ഉണ്ടാക്കി വെച്ചിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ടെലിവിഷൻ ചാനലുകൾക്ക് നേരെ അടി വന്നാൽ അടുത്ത സ്ഥലത്ത് അതിനുള്ള സംവിധാനം തയ്യാറാക്കി വെച്ചിട്ട് പുനരാരംഭിച്ചതാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്ന പോലെ മുഴുവൻ സ്ഥലവും തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സംപ്രേഷണം നടത്തുക എളുപ്പമല്ല. എന്ന് മാത്രമല്ല, നേരത്തെ വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരുന്ന അവതാരക, വാർത്തയിട്ടുകൊണ്ടിരുന്ന അവതാരകയല്ല ഇപ്പോൾ നിൽക്കുന്നത്, വേറെ ഒരു അവതാരകയാണ്. അവർക്ക് പരിക്ക് പറ്റിയിട്ടില്ല, അവർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിരവധി മാധ്യമപ്രവർത്തകർ ഈ പ്രധാന കെട്ടിടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഒരു ഓൾട്ടർനേറ്റ് സംവിധാനം ഉണ്ടാക്കിയാണോ അത് പുനരാരംഭിച്ചത് എന്ന് നമുക്ക് അറിയാനിരിക്കുന്നതാണ്. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ്. ഇറാന്റെ റേഡിയോ നിലയവും തകർന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു നേരത്തെ കണ്ട ദൃശ്യം, അത് കത്തുന്നതിന് മുമ്പ്, ബോംബ് ഏൽക്കുന്നതിന് മുമ്പുള്ള ഇറാൻ ടിവിയുടെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനുശേഷമാണ് ഇത് മിസൈൽ ഏൽക്കുകയും അത് തകരുകയും തീ കത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ വരുന്നത്. ഒരുപക്ഷെ വളരെ അപൂർവമായിരിക്കും. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഒരു ടെലിവിഷൻ ചാനൽ എയർ ചെയ്തുകൊണ്ടിരിക്കെ അതിനുമേൽ വലിയ രീതിയിൽ മിസൈൽ വന്ന് പതിക്കുകയും അത് ആളിക്കത്തുകയും നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കാം. കാരണം മറ്റ് പല യുദ്ധങ്ങൾ നടന്നപ്പോഴും മാധ്യമ സ്ഥാപനങ്ങൾ ഒഴിവാക്കിയിരുന്നു. അവർക്ക് അങ്ങനെ ബോംബ് വന്നിട്ടില്ല. പലപ്പോഴും അവരുടെ സംസാരിക്കുന്നതിൻ്റെ പിറകിൽ ബോംബ് പൊട്ടുന്നതിൻ്റെ ദൃശ്യവും അവർ എഴുന്നേറ്റ് പോകുന്ന ദൃശ്യങ്ങളൊക്കെ തൊട്ടടുത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അവർ അവതരിപ്പിക്കുന്നതിനിടയിൽ, എയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ടെലിവിഷൻ ചാനലിൻ്റെ സ്റ്റുഡിയോയിൽ ബോംബ് വന്ന് വീഴുക എന്നുള്ളത് അത്യപൂർവമായ സംഭവമാണ്. ആ അത്യപൂർവമായ സംഭവം ഇറാനിൽ സംഭവിച്ചിരിക്കുന്നു. ഇറാനിലെ ടെഹ്റാനിലെ അവരുടെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിന് നേരെ ഇസ്രായേലിൻ്റെ വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ആക്രമണത്തിൽ നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ്. എത്ര പേർ കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ബഹളങ്ങൾക്കിടയിൽ തന്നെ അതിൻ്റെ മറ്റുള്ള മാധ്യമ പ്രവർത്തകർ ടെലിവിഷൻ ചാനലിൻ്റെ സംപ്രേഷണം പുനരാരംഭിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി വരികയാണ്. വല്ലാത്ത രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പവും പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. കാരണം ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അടിയാണ് നടന്നിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ ടെഹ്റാനടുത്തുള്ള സൈനിക താവളം ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ വലിയ രീതിയിൽ സൈനിക കേന്ദ്രത്തിൽ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരണസംഖ്യ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. എണ്ണപ്പാടങ്ങൾക്ക് നേരെയും ആക്രമണം നടക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനമായ ടെല്ലവീവും ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ഹൈഫയും ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെയും നിരവധി തരത്തിലുള്ള സ്ഫോടനങ്ങളും അതുപോലെ തന്നെ തീ ആളിക്കത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്.
ഹൈഫയിൽ ടെഹ്റാനിൽ നിന്നടക്കം ഇസ്രായേലിന്റെ പൊതുജനങ്ങൾ റിഫൈനറിക്ക് മാറണം നേരെ ആക്രമണം എന്നുള്ള നടത്തുന്നു. നിർദ്ദേശം ഇസ്രായേൽ നൽകിയതിന് പിന്നാലെയാണ് ഇറാനിൽ തന്ത്രപ്രധാനമായ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ കടുത്ത ആക്രമണം ഉണ്ടാവുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇറാൻ ടിവിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ്. അവിടെ IRIB സ്റ്റുഡിയോയിൽ നിന്ന് ഇറാൻ ടിവിയുടെ വാർത്ത സംപ്രേഷണം ചെയ്യുന്നതിനിടയിൽ തത്സമയമായി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ വാർത്ത അവതരിപ്പിക്കുന്നതിനിടയിൽ അവിടെ ആക്രമണം നടക്കുകയും സാഖിർ ഇമാമി എന്ന വാർത്താ അവതാരക അവരാണ് ഭയപ്പെട്ട് ഇറങ്ങി ഓടുകയും ചെയ്യുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആസ്ഥാന കെട്ടിടം ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ IRIB സ്റ്റുഡിയോയിൽ നിന്ന് സംപ്രേഷണം പുനരാരംഭിച്ചിട്ടുണ്ട്.